ഷാലോം ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാ ഗീതികളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരാധനാ ഗീതികളുടെ നിറസാന്നിധ്യമായ നമുക്കേവർക്കും പ്രിയങ്കരനായ ആൻഡേഴ്സൺ ചേട്ടൻ നമ്മോടൊപ്പമുണ്ട്. ചേട്ടനോടൊപ്പം നമ്മുടെ സ്വർഗീയ ഗായകരെയും ഈ പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഈശോയെക്കുറിച്ചിട്ടുള്ളൊരു മനോഹരമായ ഒരു ഗാനമാണ് ആലപിച്ചതല്ലേ. അസാധ്യമായവയെ സാധ്യമാക്കുന്ന ഒരു ദൈവം, അവൻ നൽകിയ നന്മകൾക്കൊക്കെയും പകരം നൽകിക്കൊണ്ട് നന്ദിയുടെ ഗീതങ്ങൾ ആലപിക്കുന്ന രീതിയിൽ നമ്മളൊരു മനോഹരമായൊരു ഗാനം ആലപിച്ചു. അപ്പോൾ ചേട്ടൻ അത് അവരെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയും അവർ അതിമനോഹരമായത് ഒരുമിച്ച് ഒരേ സ്വരത്തോടെ ആലപിക്കുകയും ചെയ്തു. നല്ല രീതിയിൽ കേൾക്കാനും നല്ല രസമുണ്ടായിരുന്നു. അതെ, നല്ല പഞ്ചായത്ത്. അപ്പം ഇന്ന് നമ്മൾ പുതിയൊരു ഗാനം ആലപിക്കാനായി തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഏത് പാട്ടാ ചേട്ടാ ഞങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്? ഈ ട്യൂൺ കേട്ടിട്ട് ഏത് പാട്ടായിരിക്കാം എന്നൊന്ന് ഗസ് ചെയ്യാവോ? ചേട്ടാ, കഴിഞ്ഞ എപ്പിസോഡുകളിൽ ചേട്ടൻ പഠിപ്പിച്ച മാതാവിൻ്റെ സോങ്ങുകൾക്കെല്ലാം നല്ലൊരു മെലഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മെലഡി കേട്ടപ്പോഴും ഇതൊരു മാതാവിൻ്റെ സോങ് തന്നെ ആയിരിക്കും എന്നാണ് വിശ്വസിക്കുന്നത്. കറക്റ്റ്. ഇന്നൊരു മാതാവിൻ്റെ ഗാനമാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് മാതാവിൻ്റെ ഗാനം തുടങ്ങാം അല്ലേ? സ്വർഗീയ സൗന്ദര്യറാണി അവതാര സൂനുവിൻ മാതാവേ, ഇന്നെൻ്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം, നിൻ സ്നേഹ കരുണാമൃതം. ഇപ്പൊ പാടാം, ആദ്യത്തെ ലൈൻ ഒന്നുകൂടെ പാടാം. സ്വർഗീയ സൗന്ദര്യറാണി പാടാം. സ്വർഗീയ സൗന്ദര്യറാണി, സ്വർഗീയ സൗന്ദര്യറാണി, റാണി. അങ്ങനെ പല ഭാഗങ്ങൾ വരും. റാണി എന്നുള്ളതിന് പല സ്ഥലത്തും പല മൂടായിരിക്കും. ഒന്നുകൂടെ പാടാം. സ്വർഗീയ സൗന്ദര്യറാണി, സ്വർഗീയ സൗന്ദര്യറാണി അവതാര സൂനുവിൻ മാതാവേ, അവതാര സൂനുവിൻ മാതാവേ, മാതാവേ, മാതാവേ. അവതാര സൂനുവിൻ മാതാവേ, അവതാര സൂനുവിൻ മാതാവേ. അപ്പൊ രണ്ടിലൊന്ന് പാടാം. 1 2 3 4. സ്വർഗീയ സൗന്ദര്യറാണി, അവതാര സൂനുവിൻ മാതാവേ, ഇന്നെൻ്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം, നിൻ സ്നേഹ കരുണാമൃതം. ചേട്ടാ, ഒന്നുകൂടി ഒന്ന് പാടാം. ഇന്നെൻ്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ. പാടാം. ഇന്നെൻ്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം, നിൻ സ്നേഹ കരുണാ
സ്നേഹ കരുണാമൃതം. അപ്പൊ രണ്ടിലേന്ന് പാടാം. ഇന്നെന്റെ ഹൃദയത്തിൽ എന്നുള്ളതുണ്ട്. ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. അതിന്റെ ഓരോ സ്ഥലത്തായ ലാൻഡിങ് നോട്ടുകൾ അല്പം ശ്രദ്ധിച്ച് പാടേണ്ടതാണ്. ചേട്ടാ ഇന്നെൻ്റെ ഹൃദയത്തിൽ എന്ന് തുടങ്ങുന്ന ലൈൻ ഒന്നുകൂടി എന്ന് പാടാം. ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ. പാടാം. ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. അപ്പൊ രണ്ടിലെ ഒന്നുകൂടെ പാടാം. ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. സ്വർഗീയ സൗന്ദര്യറാണി അവതാരസൂനുവിൻ മാതാവേ, ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. അത്രയൊക്കെ പല്ലവി. നമുക്ക് അടുത്ത സ്റ്റാൻസ പാടാം. അതിനു മുമ്പ് അവിടെ ഒരു പാർട്ടുണ്ട്. നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. റിപ്പീറ്റ് പാടുമ്പോൾ നിങ്ങളത് പാർട്ട് പാടണം. ഫീമെയിൽ ഒന്നും കൂടി ഒന്ന് പാടാം. നിൻ സ്നേഹ കരുണാമൃതം. പാടാം. നിൻ സ്നേഹ കരുണാമൃതം. അപ്പൊ അതൊന്ന് പാടാം. നിങ്ങൾ ഒരുമിച്ചൊന്ന് പാടിക്കാം. അതിന് മുമ്പുള്ള ഇന്നെന്റെ ഹൃദയത്തിൽ. ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം. നിൻ സ്നേഹ കരുണാമൃതം. ഓക്കെ, നന്നായിരുന്നു. ഓക്കെ, നമുക്ക് അടുത്ത സ്റ്റാൻസിലേക്ക് പോവാം. ആത്മാവിൻ സാന്ത്വനം നീ, ഞങ്ങൾ തന്നാശാദീപം. ഈ പാട്ടൊരൽപ്പം ഹൈ ആണ്. ആത്മാവിൻ സാന്ത്വനം നീ, ഞങ്ങൾ തന്നാശാദീപം. നീ മാത്രമല്ലോ കന്യകയെന്നും ഞങ്ങൾ തൻ പ്രിയ സങ്കേതം. നീ മാത്രമല്ലോ കന്യകയെന്നും ഞങ്ങൾ തൻ പ്രിയ സങ്കേതം. മനസ്സിലായോ? ആത്മാവിൻ സാന്ത്വനം നീ. പടം. ആത്മാവിൻ സാന്ത്വനം നീ. അത് പാടുക. ആത്മാവിനെന്നുള്ളത് ആത്മാവിൽ നിന്ന് തന്നെ എടുക്കണത്. ആത്മാവിൻ സാന്ത്വനം നീ, അങ്ങനെ അത്
പാടിയിരിക്കുന്നത്. ഒരു ഹസ്കി ടോൺ പറഞ്ഞു. ഓക്കെ, ആത്മാവിൻ സാന്ത്വനം നീ. വളരെ സ്വീറ്റ് ആയിട്ട് എടുക്കണം. ഞങ്ങൾ തന്നാശാദീപം, ഞങ്ങൾ തൻ ആശാദീപം. നീ മാത്രമല്ലോ കന്യകയെന്നും ഞങ്ങൾ തൻ പ്രിയ സങ്കേതം. നീ മാത്രമല്ലോ കന്യകയെന്നും ഞങ്ങൾ തൻ പ്രിയ സംഗീതം. ഒന്നുകൂടെ, നീ മാത്രമല്ലോ. നീ മാത്രമല്ലോ കന്യകയെന്നും ഞങ്ങൾ തൻ പ്രിയ സംഗീതം. സ്വർഗീയ സ്വർഗീയ സൗന്ദര്യ റാണി, റാണി അവതാരസൂനുവിൻ മാതാവേ, മാതാവേ, ഇന്നെന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം. പാട്ട്. നിൻ സ്നേഹ കരുണാമൃതം. എത്രയൊക്കെയാ? എനിക്ക് തോന്നുന്നു ചേട്ടാ, ഈ പാട്ട് നമ്മൾ പാർട്സും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പാടുമ്പം പ്രത്യേക ഒരു മനോഹാരിതയാണല്ലോ. ഏതൊരു പാട്ടിനും നമ്മൾ ചേട്ടൻ ഇവരെ പാർട്സ് പഠിപ്പിക്കുമ്പോൾ അത് കേൾക്കാനും കൂടെ നല്ല ഒരു രസമുള്ളൊരു. ഒറിജിനൽ പാടിയിരിക്കുന്നതിനകത്ത് അതില്ല, അതിൻ്റെ അകത്തില്ലല്ലേ? അത് സോളോ പാടിയിരിക്കുന്നില്ല. ഇത്രയും പേര് ഇരിക്കുമ്പോൾ അതെ, പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര ഒരു മനോഹാരിതയാണ് അത് പാർട്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് പാടുമ്പോൾ. ചേട്ടാ, ഈ വരികൾ എഴുതിയിരിക്കുന്നത്? ഇത് സിസ്റ്റർ മേരി ഗ്രേസ്, ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ ഇതിൽപ്പെട്ട ഒരു സിസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. സിസ്റ്ററിൻ്റെ കുറേ പാട്ടുകൾ, ഏകദേശം ഒരു 10-12 പാട്ടുകളുടെ ഒരു CD ഇറങ്ങിയിരുന്നു, നാഥ നിനക്കായി എന്നുള്ളൊരു CD. അതിലെ പാട്ടുകളാണ് സിസ്റ്ററാണ് കംപ്ലീറ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ഓക്കെ, അപ്പോൾ ഇത് സിസ്റ്റർ ഈ പാട്ട് അയച്ചു തരുമ്പോഴത്തേക്ക് ഇത് പാട്ടിൻ്റെ വരികൾ പൂർണ്ണമല്ലായിരുന്നു. ഞാനിതിനൊരു ട്യൂൺ ഇട്ടിട്ട് തിരിച്ച് സിസ്റ്റർക്ക് അയച്ചു കൊടുത്തു. സിസ്റ്റർ പിന്നീട് ആ ട്യൂണിനനുസരിച്ച് വരികൾ പിന്നീട് ഒന്ന് ക്രമപ്പെടുത്തി ഈ രീതിയിൽ അയച്ചു തന്നു. അപ്പോൾ നല്ലൊരു മനോഹരമായൊരു ഗാനമായി മാറി. ട്യൂണാണ് സത്യത്തിൽ അത് ആദ്യം വന്നത്. സിസ്റ്ററിൻ്റെ കുറച്ച് വരികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ട്യൂണിനനുസരിച്ച് പിന്നീട് അത് കൃത്യമാക്കി എഴുതി ഓർക്കസ്ട്രേഷൻ ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മനീഷ എന്ന് പറഞ്ഞൊരു സിംഗറാണ് ഇത് പാടിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ചേട്ടാ, ഇത്രയും പഠിച്ചത് വെച്ചിട്ട് തന്നെ നമുക്ക് മാതാവിൻ്റെ പുതിയൊരു ഗാനം കൂടി നമുക്ക് കിട്ടി. അതും നല്ല അർത്ഥവത്തായ വരികൾ ചേർത്ത് ചേട്ടൻ്റെ കമ്പോസിങ്ങും ഒക്കെ വളരെ മനോഹരമായിട്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ബാക്കി കൂടെ പഠിക്കാനായിട്ട് വളരെ ആകാംക്ഷയാണ് നമുക്ക് എല്ലാവർക്കും. പഠിക്കാം അല്ലേ? നമുക്ക് അതുപോലെ തന്നെ അങ്ങ് പാടിയാൽ മതിയോ? മറ്റേ ഫസ്റ്റ് ചരണം പാടിയില്ല അതുപോലെ. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ, അമല മനോഹരി മാതാവേ. പാടാം. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ, അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ, നീ ചൊരിയൂ. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ. പാടുമ്പോൾ അതിൻ്റെതായൊരു സ്വീറ്റായിട്ട് പാടുക അല്ലേ. അനുഗ്രഹ പൂമഴ നീ ചൊരിയും. എവിടുന്നാ ചൊരിയേണ്ടത്? ഇത് തരേണ്ടതാരാണ്? മാതാവിനോടുള്ള മധ്യസ്ഥത്തിൽ യാചിച്ച് യേശുവിൽ നിന്നാണ് ഈ അനുഗ്രഹ പൂമഴ നമുക്ക് ലഭിക്കേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു ഫീലിൽ തന്നെ പാടുക. അനുഗ്രഹ പൂമഴ നീ പൊഴിയൂ, അമല മനോഹരി മാതാവേ. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ, അമല മനോഹരി മാതാവേ. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ.
എല്ലാം 4 ലൈൻ പാടാം. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ അമല മനോഹരി മാതാവേ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ അമല മനോഹരി മാതാവേ. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. അതിൻ്റെ രണ്ടാമത്തെ ലൈനിലൊരു പാർട്ട് നമുക്ക് പാടാം. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. ഫീമെയിൽസ് പാടിക്കാം. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. പാടാം. ചേട്ടാ ഒന്നുകൂടി ഒന്ന് പാട്ട്. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. കിട്ടിയോ? ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. അനുഗ്രഹപ്പൂമ്പഴെന്ന് പാടാം. 1 2 3 4. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ അമല മനോഹരി മാതാവേ. അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ അമല മനോഹരി മാതാവേ. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. ആശ്രിതവത്സലേ നിൻ തിരുസവിധേ അഭയത്തിനണയുന്നു ഞാൻ. പാർട്ട് നിങ്ങളത് പാടുമ്പോൾ അല്ലേ, ആ മെലഡി പാടുമ്പോൾ നിങ്ങൾ ആ പാർട്ട് പാടണം. അവൻ്റെ ഫസ്റ്റ് ചരണത്തിലും നീ മാത്രമല്ലോ കന്യകയെന്നും അവിടെ ഈ പാർട്ട് പാടാം. ഓക്കെ, ക്ലിയർ ആയോ? ഇത്രയും പഠിച്ചോ? എനിക്ക് തോന്നുന്നു ചേട്ടാ, നമ്മൾ മാതാവിന് ഒരുപാട് വിശേഷപ്പെട്ട പേരുകളെല്ലാം നമുക്ക് ഈ വരികളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സ്വർഗീയ സൗന്ദര്യ റാണി, ആശ്രിതവത്സലേ, അമല മനോഹരി. എത്രത്തോളം ഇതിനൊരു ഇന്നർ മീനിങ് ഉണ്ട്. എല്ലാം യേശുവിൽ നിന്നാണ് നമുക്ക് അതെ, മാധ്യസ്ഥ മാതാവിൻ്റെ മാതാവിൽ അഭയം പ്രാപിക്കുക, ബാക്കി മാതാവ് നോക്കിക്കൊള്ളൂ അല്ലേ. അതെ, നമ്മൾ എല്ലാ എപ്പിസോഡുകളും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, നമ്മൾ മാതാവിലോട് നമ്മൾ ആശ്രയിക്കുമ്പോൾ മാതാവ് ഒരിക്കലും നമ്മളെ കൈവിടാതെ എന്നും നമ്മളെ ആ കൈവെള്ളയിൽ കാത്ത് സൂക്ഷിക്കുന്ന ഒരു അമ്മ നമുക്കുള്ളപ്പോൾ നമ്മൾ പിന്നെ എനിക്ക് തോന്നുന്നു വേറെ ഒന്നിനെ ഓർത്ത് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഈ പാട്ട് മുഴുവൻ ഓൾമോസ്റ്റ് നമ്മൾ പാട്ട് മുഴുവൻ നന്നായി പഠിച്ചു. അപ്പോൾ ചേട്ടാ, മാതാവിൻ്റെ ഒരു ഗാനമാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ നമ്മൾ ഈ പാട്ട് എങ്ങനെയാണ് ചേട്ടാ നമ്മൾ പാടാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഈ പാട്ടിൻ്റെ ഫീൽ വെച്ച് നോക്കുമ്പോൾ ഒരു ഫീമെയിൽ പാടുന്നതായിരിക്കും ഭംഗി. അത് പ്രിയ പാടുക, മെയില് ഇതൊന്ന് ആസ്വദിക്കുക, ഈ പാട്ട് ആസ്വദിക്കുക, അനുഭവിക്കുക. ഓക്കെ. സ്വർഗീയ സൗന്ദര്യ
സംഗീതം സ്വർഗീയ സൗന്ദര്യറാണി അവതാര സൂനുവിൻ മാതാവേ ഇന്നിന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം നിൻ സ്നേഹ കരുണാമൃതം അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ ആമല മനോഹരി മാതാവേ അനുഗ്രഹപ്പൂമഴ നീ ചൊരിയൂ ആമല മനോഹരി മാതാവേ ആശ്രിതവത്സലേ നിൻ തിരുസവിധി അഭയത്തിനടയുന്നു ഞാൻ ആശ്രിതവത്സലേ നിൻ തിരുസവിധി അഭയത്തിനടയുന്നു ഞാൻ സ്വർഗീയ സൗന്ദര്യറാണി അവതാര സൂനുവിൻ മാതാവേ ഇന്നിന്റെ ഹൃദയത്തിൽ നീ നിറയ്ക്കൂ നിൻ സ്നേഹ കരുണാമൃതം നിൻ സ്നേഹ കരുണാമൃതം. എനിക്ക് തോന്നുന്നു ചേട്ടാ ഇത്രയും മനോഹരമായിട്ട് ഈ പാട്ടിനി പാടാനായിട്ട് പറ്റുമെന്നറിയില്ല. കാരണം പഠിപ്പിച്ച സമയത്ത് ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ആ ഒരു ഫീല് കൊടുത്ത് പാടാൻ. പക്ഷേ ഇതിൽ ഓരോ വരിയും പ്രിയ ചേച്ചി ഓരോ വരിയും ചേച്ചി പാടിയപ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. ഇത് പാടുമ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥവും അതിൻ്റെ സംഗീതവും പിന്നെ പാതാവും മനസ്സിലുണ്ടാകണമെങ്കിൽ ആ ഫീലിൽ അതെ, പാടണം. തികച്ചും വളരെ മനോഹരമായിരുന്നു ചേച്ചി. ആ ഫീലൊക്കെ നന്നായിരുന്നു ഉൾക്കൊണ്ട് കേട്ടോ, പ്രിയ. അതെ, കേൾക്കുന്ന ആർക്കും അത് കാതിന് അത്രയും എന്താ ഒരു വളരെ സ്വീറ്റായിട്ട് പാടി ഒരു അതെ, വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു വോയിസ് കൂടെയാണ്. എനിക്കൊന്ന് ചേച്ചിയുടെ ശബ്ദത്തിന് ഏറ്റവും യോജിച്ച ഒരു പാട്ട് കൂടെയാണിത്. ചേച്ചി ഇങ്ങനെ ഒരു പാട്ട് ഇത്രയും മനോഹരമായിട്ട് പാടാൻ പറ്റിയതിൽ എന്ത് തോന്നുന്നു ചേച്ചി? സന്തോഷമുണ്ടോ? സന്തോഷമുണ്ടോയെന്ന് ചോദിച്ചാൽ പറയാൻ വാക്കുകളില്ല. പിന്നെ ആദ്യമായിട്ട് ചേട്ടൻ എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുമ്പം എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലായിരുന്നു. എന്നിരുന്നാൽ പോലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്കിവിടെ വരാൻ സാധിച്ചു. അത്യാവശ്യം പാടുമെന്ന് മാത്രമേ എനിക്കറിയാവുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ചേട്ടൻ പാട്ടിനെക്കുറിച്ചും പാട്ടിൻ്റെ രീതികളെക്കുറിച്ചും എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തന്നു. അപ്പോൾ അത് കൂടുതലായിട്ട് അറിയാനും മനസ്സിലാക്കാനും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് സാധിച്ചു. ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ പറ്റിയതിന് അതെ, അത് ദൈവം എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വരാൻ ആഗ്രഹിക്കുന്ന ഒരു വേദിയാണ്. പക്ഷെ നമ്മൾ ദൈവം തിരഞ്ഞെടുത്ത മാതാവും ദൈവവും ഒക്കെ തിരഞ്ഞെടുത്ത കുറച്ച് പേര് മാത്രം നമ്മളിവിടെ ഇപ്പോൾ ഈ ഒരു വേദിയിലായിരിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ നമ്മളതിന് മാതാവിനോടും ഈശോയോടും ഏറ്റവും കടപ്പെട്ടവരായിട്ടിരിക്കുക. അതുപോലെ തന്നെ ചേച്ചിയോടൊപ്പം തന്നെ നമ്മുടെ ഗായകരെല്ലാവരും ഒന്നു ചേർന്ന് പാട്ടുകളൊക്കെ അതെ വളരെ മനോഹരമായിരുന്നു. അതെ, ഇപ്പോൾ ചേട്ടാ ഇതുപോലെ നല്ലൊരു ഗാനം ഞങ്ങളെ പഠിപ്പിക്കുക. നമ്മുടെ പ്രേക്ഷകർ എനിക്ക് തോന്നുന്നു ഇതിനോടൊക്കെ നമ്മൾ ആസ്വദിച്ച അതേ രീതിയിൽ അവരും കൂടെ ചേർന്ന് ആലപിച്ച് ആസ്വദിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും നല്ലൊരു പാട്ട് ഞങ്ങളെ പഠിപ്പിച്ച ചേട്ടനും അതോടൊപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ പാട്ട് ലീഡ് ചെയ്ത് പാടിയ പ്രിയ ചേച്ചിയും മറ്റെല്ലാ ഗായകർക്കും എല്ലാവിധ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. പുതിയൊരു എപ്പിസോഡിൽ പുതുമയുള്ളൊരു ഗാനവുമായി നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാരൂപിയിലായിരിക്കാം.